ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച റിസൾട്ടുമായി ആസ്പെയർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തൃത്താല. ഫോർ അഡ്മിഷൻ കോൾ 8086520002 0466227041. ആസ്പെയർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തൃത്താല. കൊപ്പത്ത് ഹജ്ജിന് പോകുന്നവർക്കായി വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. 236 പേരാണ് കൊപ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വാക്സിനേഷൻ സ്വീകരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായി സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പട്ടാമ്പി MLAയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് മുഹ്സിൻ പങ്കെടുത്തു സംസാരിച്ചു. യാത്ര പോകുന്ന ആളുകൾക്ക് നിർബന്ധമായും ചെയ്യേണ്ട വാക്സിനേഷനുകൾ അത് നടത്തുന്നതിനുള്ള ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് പട്ടാമ്പിയിൽ ഒരു സെൻറ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലാണ്. എന്നാൽ 500-ലധികം വരുന്ന ആളുകളുടെ വാക്സിനേഷൻ അവിടെ ചെയ്യുമ്പോൾ അത് ഹാജിമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞ് പുതിയൊരു സെൻറ്റർ കൂടി കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനോട് ചേർന്ന് കേന്ദ്രത്തിൻ്റെ കീഴിൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അവിടുത്തെ സൂപ്രണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിളയൂരിലെ മെഡിക്കൽ ഓഫീസർ, നമ്മുടെ HI എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പ് നന്നായി നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത്. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഈ ഘട്ടത്തിൽ അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി, ഈ ഹജ്ജ് കമ്മിറ്റികൾ മുഖേന സർക്കാർ തലത്തിൽ ഹജ്ജിന് പോകുന്നത് ഏതാണ്ട് 18,000-ഓളം ആളുകളാണ്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ എന്നിവർ സംസാരിച്ചു. കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന കുമാരി വിഷയം അവതരിപ്പിച്ചു. വിളയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ദിഖ് സംസാരിച്ചു. ഈ വർഷം ഹജ്ജിന് പോകുന്ന 236 പേർക്കാണ് കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വാക്സിനേഷൻ നൽകുന്നത്. കൊപ്പം ഹെൽത്ത് ബ്ലോക്കിന് കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകർ വാക്സിനേഷൻ ക്യാമ്പിന് നേതൃത്വം നൽകി.